ഹായ്, നിങ്ങൾ കുറേ ആൾക്കാർക്കെങ്കിലും എന്നെ അറിയാവുന്നതും തിരിച്ചറിയുന്നു. എൻ്റെ ഏറ്റവും അധികം പ്രിയപ്പെട്ട 12 എന്നുള്ള വീഡിയോയും അതുപോലെ തന്നെ അത്യപൂർവ നിമിഷം എന്നുള്ള വീഡിയോയിലൂടെയാണ് നിങ്ങൾ കുറേ ആൾക്കാരെങ്കിലും എന്നെ തിരിച്ചറിയുന്നതും. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ 12 എന്നുള്ള വീഡിയോ ചെയ്ത ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് എൻ്റെ അടുക്കൽ വന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഇടയിൽ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സംരംഭത്തിൻ്റെ അകത്ത് വന്നേച്ചിട്ടും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ചേച്ചിയുടെ 12 എന്നുള്ള വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച കാര്യം നടത്തി. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് 27 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. മരിക്കുന്നോടം വരെ 1 സെന്റ് സ്ഥലം പോലും മേടിക്കുമെന്ന് ഓർത്തിട്ടില്ല ചേച്ചി. ഞങ്ങൾ ഈ 12 എന്നുള്ള വീഡിയോ 3 പ്രാവശ്യം ഞങ്ങൾ എഴുതിയെന്ന് പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം വെച്ച്. അതിനിടയ്ക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്കൊരു 17 സെന്റ് സ്ഥലം മേടിക്കാനായിട്ട് ഒത്തു. ചേച്ചീനെ വന്നാൽ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരുപാട് സന്തോഷം എന്നെ അറിയിച്ചതിൽ, ഒരുപാട് സ്നേഹം. അപ്പം ഈ മെസ്സേജൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടു, ചേച്ചി എന്താണ് ഈ 12 വീഡിയോ ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട വീഡിയോ ആയ 12 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. 1 പച്ചമഷിയോ അല്ലെ നീല മഷിയോ എടുക്കുക. രാവിലെ 6 തൊട്ട് രാത്രി 11:30 വരെ സമയമുണ്ട് ഇത് എഴുതാനായിട്ട്. അതെങ്ങനെയാണ് എഴുതണ്ടേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇടത്ത് കൈയുടെ ഇത് ഈ മോതിര വിരലുണ്ടല്ലോ, മോതിര വിരൽ ഇവിടെ ഇങ്ങനെ 12, ഇവിടെയും 12 എന്ന് എഴുതുക. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. എന്നിട്ട് അരമണിക്കൂർ നേരം നമ്മൾ റെസ്റ്റ് എടുത്തിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടോയ്ലറ്റിൽ പോവുമോ അല്ലെങ്കിൽ TV കാണാനോ മൊബൈൽ എടുക്കാനോ അടുക്കളയിൽ ഒരു ജോലിക്കോ ഒന്നും പോകരുത്. ഈ അരമണിക്കൂർ നമ്മുടേതായിട്ട് മാറ്റി വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണോ നടക്കേണ്ടത് ഈ എഴുതുന്ന സമയം തൊട്ട് ആ ആഗ്രഹം മനസ്സിൽ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രപഞ്ചത്തിലോട്ട് നോക്കി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഈ കാര്യം ഉറപ്പായിട്ട് നടക്കും. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് നോയമ്പോ കാര്യങ്ങളോ ഒന്നുമില്ലെന്നേ. എപ്പോഴും എഴുതാണ്ടിരുന്നാലും കൈയും മുഖവും വായും ശുദ്ധമായിട്ട് നമ്മളിത് എഴുതുക. ഇപ്പം ഞാനിത് എഴുതി കാണിക്കാത്ത എൻ്റെ കയ്യിൽ പച്ചമഷി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ എഴുതി കാണിക്കാത്തത്. 1 പച്ചമഷി അല്ലെ നീലമഷി, ഇതുകൊണ്ട് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങൾ ഉറപ്പായിട്ട് നടന്നിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. ടാറ്റാ.